പ്രശസ്ത സംഗീത സംവിധായകൻ കെ.ജെ. ജോയയുടെ അന്ത്യം ഇന്ന് പുലർച്ചെ ചെന്നൈയിലായിരുന്നു. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയാണ് അദ്ദേഹം. 200-ലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയിട്ടുണ്ട്. കസ്തൂരി മാൻമിഴി, അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കാർത്തികയാണ് നമുക്കൊപ്പമുള്ളത്. അപർണ കാർത്തിക, സംഗീത സംവിധായകൻ കെ.ജെ. ജോയിയുടെ വിയോഗ വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്? സുജയ, ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹം തൃശ്ശൂരിലെ നെല്ലിക്കുന്നാണ് സ്വദേശമെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ചെന്നൈയിലേക്ക് ചേക്കേറിയതുകൊണ്ട് ചെന്നൈക്കാരൻ എന്നുള്ളൊരു ലേബലിലാണ് അറിയപ്പെടുന്നത്. മലയാള സിനിമയ്ക്ക് സംഗീതം നൽകിയിരുന്ന കാലത്തെല്ലാം തന്നെ ചെന്നൈയിൽ നിന്ന് വന്നുപോയി സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു കെ.ജെ. ജോയ്. പക്ഷേ എണ്ണം പറഞ്ഞ പാട്ടുകൾ, മലയാളത്തിൻ്റെ 4ാം തലമുറയും ഓർത്തു വെക്കുന്ന എണ്ണം പറഞ്ഞ കുറേ അധികം പാട്ടുകൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് കെ.ജെ. ജോയ് എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ നമ്മളിപ്പോൾ പാടിക്കേട്ട പാട്ട് ഉൾപ്പെടെയുള്ളവയുണ്ട്. കസ്തൂരി മാൻമിഴി, ഇപ്പോഴും നമ്മൾ ജയൻ എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന പാട്ട്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളായി തന്നെ വരികയാണ്. പക്ഷാഘാതത്തെ തുടർന്ന് ഏകദേശം ഒരു 2.5-3 വർഷത്തിനടുത്തായി അദ്ദേഹം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിട്ട് ഏറെ കാലമായി. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാദയിലോ മറ്റോ 94 അത്രയധികം കാലമായി അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന്, പ്രത്യക്ഷ സിനിമാ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അദ്ദേഹം ഈണം കൊടുത്ത പാട്ടുകളെല്ലാം ഇപ്പോഴും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിലെ സംഗീത സംവിധായകനെ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം. മലയാളികളെ ഹരം കൊള്ളിച്ച, അതേപോലെ തന്നെ ചുവട് വെപ്പിച്ച നിരവധി ഗാനങ്ങളുടെ ശില്പിയാണ് കെ.ജെ. ജോയ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മലയാള ചലച്ചിത്ര ഗാന ലോകത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പേര് ടെക്നോ മ്യൂസീഷ്യൻ എന്ന പേരിലാണ്. ഒരു ടെക്നോ മ്യൂസീഷ്യൻ, ആദ്യ ടെക്നോ മ്യൂസീഷ്യൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. കീബോർഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ വെസ്റ്റേൺ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് ചടുലമായ താളം സംഭാവന ചെയ്ത ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലാണ് കെ.ജെ. ജോയ് ഓർമ്മിക്കപ്പെടുന്നത്. സംഗീത സംവിധായകൻ M.S. വിശ്വനാഥന്റെ കൈ പിടിച്ചുകൊണ്ടാണ് കെ.ജെ. ജോയ് ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. അതിനു മുൻപ് അദ്ദേഹം പള്ളികളിലെ ക്വയർ പാട്ടുകളിൽ, അതായത് പള്ളിയിലെ ക്വയർ സംഘത്തിൽ അംഗമായിരുന്നു. അങ്ങനെയാണ് MSVയുടെ ശിക്ഷണത്തിലേക്ക് വരുന്നതും. MSV ആണ് അദ്ദേഹത്തിന് ഒരു ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതേപോലെ തന്നെ അക്കോർഡിയൻ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത് നേരത്തെ ക്വയർ സംഘത്തിലുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധാനത്തിലേക്ക് മാറിയത് ലവ് ലെറ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. സത്യനന്ദിക്കാടിൻ്റെ രചനകൾക്ക് സംഗീതം നൽകിക്കൊണ്ടാണ് വന്നത് എന്നുള്ളതും കൂടെ പ്രത്യേകം ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം തൃശ്ശൂർക്കാരനായിരുന്നു. ആ ഒരു സൗഹൃദം സത്യനന്ദിക്കാടുമായി ഉണ്ടായിരുന്നു. അത് ആദ്യ സിനിമയിലൂടെ തന്നെ അവർ തെളിയിക്കുകയും ചെയ്തതാണ്. M.S. വിശ്വനാഥൻ തന്നെയാണ് ജോയിയെ സംഗീത സംവിധാന രംഗത്തേക്ക്, ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. 1975 പുറത്തിറങ്ങിയതാണ് ലവ് ലെറ്റർ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിലൂടെയാണ് എണ്ണം പറഞ്ഞ സംഗീത സംവിധായകരുടെ നിരയിലേക്ക് കെ.ജെ. ജോയ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തുന്നത്. ആദ്യം മലയാളങ്ങൾക്കും ഈണം കൊടുത്തിട്ടുണ്ട്. അതെ, 12 ഹിന്ദി ചിത്രങ്ങൾക്ക്. ഒരുപാട് ഈ പറയുന്ന പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാണ് കേട്ടോ. എല്ലാം അതെ, ഈ പറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ, അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായി വിലയിരുത്തുന്ന പാട്ട്.